ഒന്നാം നിയോഹ പ്രാർത്ഥന. അഴിയാത്ത രോഗങ്ങളുടെ കുരുക്കുകൾ അഴിക്കുന്ന മാതാവേ, പൂർണ്ണമായും ആരോഗ്യം സമ്മാനിക്കുന്ന കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം തളം കെട്ടി നിൽക്കുന്ന എല്ലാ വേദനകളും മുറിവുകളും രോഗപീഠകളും നിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് നൽകുന്നു. മരുന്നും ചികിത്സയും പരാജയപ്പെടുന്നിടത്ത് നിന്റെ മധ്യസ്ഥതയിൽ മുറിവേറ്റ നിന്റെ മകന്റെ സൗഖ്യം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. അമ്മേ, കുരുക്കഴിക്കുന്ന മാതാവേ, രോഗത്തിന്റെ പേരിൽ കണ്ണുനീർ ചിന്തുന്നവരുടെ കരച്ചിൽ നീ കേൾക്കണമേ. രോഗികളായവരെ ആശ്വസിപ്പിക്കുകയും ശക്തി നഷ്ടപ്പെടുന്നവർക്ക് പുതുജീവൻ നൽകുകയും ചെയ്യണമേ. അഴിയാത്ത രോഗങ്ങളുടെ കുരുക്കുകൾ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ അത്ഭുതം സൗഖ്യമായി ഞങ്ങളിൽ പ്രകടമാകട്ടെ. 5 സൗഖ്യത്തിന്റെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോമിശിഹായുടെ അമ്മേ, കുരുക്കഴിക്കും മാതാവേ, ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. നമ്മുടെ എല്ലാവിധ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ തിരുവചനത്തോടൊപ്പം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 103 അധ്യായം 3 വാക്യം. അവിടുന്ന് നിന്റെ അകൃതങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. ഈ വചനം നമുക്ക് ക്യാൻസർ രോഗം മൂലം വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാവിധ വേദനകളെയും ദുഃഖങ്ങളെയും സമർപ്പിച്ച് ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ക്യാൻസർ രോഗത്താൽ വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും അങ്ങയുടെ കരുണാമയ കൈകളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്പർശിച്ച് സൗഖ്യം നൽകണമേ. രോഗത്താൽ തളർന്നിരിക്കുന്ന ഓരോ കോശത്തെയും പുതുക്കി ശക്തിപ്പെടുത്തണമേ. ചികിത്സിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ജ്ഞാനവും കൃപയും നൽകണമേ. രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ധൈര്യവും പ്രത്യാശയും സമാധാനവും നൽകണമേ. ഈ രോഗത്തെ അതിജീവിക്കാനുള്ള ശക്തിയും പ്രത്യാശയും നൽകണമേ. അങ്ങയുടെ വിശുദ്ധ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. യേശയ്യാ എഴുതിയ സുവിശേഷം 53 അധ്യായം 5 വാക്യം. നമ്മുടെ അകൃതങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃതങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈ വചനത്തിൽ കാൽമുട്ടിലെ വേദന തുടങ്ങി ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, കാൽമുട്ടിലെയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും വേദനകൾ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സൗഖ്യദായകമായ കരം ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ അസ്ഥികളെയും സന്ധികളെയും പേശികളെയും നാഡികളെയും ശക്തിപ്പെടുത്തണമേ. എല്ലാ വേദനകളും വീക്കങ്ങളും ബുദ്ധിമുട്ടുകളും അകറ്റി ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ. ഞങ്ങളുടെ മനസ്സിന് സമാധാനവും ശരീരത്തിന് ശക്തിയും നൽകി ദൈനംദിന പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ജ്ഞാനവും അനുഗ്രഹവും നൽകണമേ. അങ്ങയുടെ കരുണയിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങയുടെ സമാധാനവും സൗഖ്യവും ഞങ്ങളിൽ നിറയട്ടെ. ജ്ഞാനം എഴുതിയ സുവിശേഷം 16 അധ്യായം 12 വാക്യം. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ വചനത്തിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഈശോയെ, ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഉദരസംബന്ധമായ രോഗങ്ങളെയും അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സൗഖ്യദായക സ്പർശം ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും നവീകരിക്കണമേ. വേദനയും അസ്വസ്ഥതയും രോഗത്തിന്റെ എല്ലാ കാരണങ്ങളും അങ്ങയുടെ ശക്തിയാൽ അകന്നു പോകട്ടെ. ഞങ്ങളുടെ ആരോഗ്യത്തിനും കുടലിനും കരളിനും ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം നൽകണമേ. ഞങ്ങൾക്ക് ക്ഷമയും സമാധാനവും വിശ്വാസവും നൽകി ചികിത്സകൾ ഫലപ്രദമാകുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ സൗഖ്യദായകനാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു. അങ്ങയുടെ തിരുഹിതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. സങ്കീർത്തനങ്ങൾ 147 അധ്യായം 3 വാക്യം. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു.
ഈ വചനത്തിൽ അപകടത്തിൽപ്പെട്ടവർക്കും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അപകടത്തിൽപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും അങ്ങയുടെ കരുണാമയ കരങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ വേദനകൾ ലഘൂകരിക്കണമേ. ഭയവും ആശങ്കയും മാറ്റി സമാധാനവും പ്രത്യാശയും നൽകണമേ. ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്ന എല്ലാവരുടെയും കൂടെ അങ്ങ് സന്നിഹിതനായിരിക്കണമേ. ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ജ്ഞാനവും വിവേകവും സ്ഥിരതയുടെ കൈമാറ്റവും നൽകണമേ. ശസ്ത്രക്രിയ വിജയകരമാവുകയും രോഗികൾ വേഗത്തിൽ പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുകയും ചെയ്യാൻ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ധൈര്യവും വിശ്വാസവും സമാധാനവും നൽകണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ കാത്തു സൂക്ഷിക്കണമേ. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേ. ജെറമ്യായുടെ സുവിശേഷം 30-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അവർ നിന്നെ ദൃഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ? ഈ വചനത്തിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്കും മാനസിക രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഈശോയെ, ബുദ്ധിവൈകല്യമുള്ള എല്ലാ കുട്ടികളെയും മാനസിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും അങ്ങയുടെ കരുണാമയ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. അവരുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും അങ്ങയുടെ സൗഖ്യ സ്പർശം നൽകണമേ. അവർക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകണമേ. അവരെ പരിചരിക്കുന്ന മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ക്ഷമയും ശക്തിയും ജ്ഞാനവും നൽകണമേ. ഓരോ ദിവസവും അവരെ നയിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹവും കരുണയും അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ ഭയത്തിൽ നിന്നും വേദനകളിൽ നിന്നും അവരെ കാത്തു സൂക്ഷിക്കണമേ. അങ്ങയുടെ തിരുഹിതം അവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശംശുഹായി ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങൾ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയമകളായ ഉരുക്കഴിക്കുന്ന മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ രോഗപീഠകളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പുത്രനായ ദൈവമേ, അങ്ങയുടെ പ്രിയ മാതാവായ കുരുക്കഴിക്കുന്ന മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ രോഗപീഠകളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ കുരുക്കഴിക്കുന്ന മാതാവിന്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ രോഗപീഠകളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ.